അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ട്രയാങ്കിൾ. ഡയറക്ടർ ക്രിസ്റ്റഫർ സ്മിത്ത് സംവിധാനം ചെയ്ത് 2009 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ മിസ്റ്ററി സൈക്കോളജിക്കൽ മൂവിയാണ് ട്രയാങ്കിൾ. തുടക്കത്തിലെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാണ്, ഇതൊരു ടൈം ലൂപ്പിൽ പെട്ടുപോകുന്ന ഒരു പാവം പെണ്ണിന്റെ കഥയാണ്. സയൻസ് ഫിക്ഷനും സൈക്കോളജിക്കൽ പരമായ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി മാരകമായ മൂവിയാണിത്. ടൈം ലൂപ്പ് എന്താണെന്നും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ക്ലിയറായി കാണിച്ചു തരുന്ന മൂവി കൂടിയാണിത്. ഞാൻ വാക്ക് തരുന്നു, ഈ മൂവി ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കില്ല. പകരം കൂടുതൽ ത്രില്ലിങ്ങും ട്വിസ്റ്റിന്റെ ചാകരയും നിറഞ്ഞ സീനുകളും നിങ്ങൾക്കിത് കാണിച്ചു തരും. അതുകൊണ്ട് ഈ മൂവി നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത്. കണ്ടില്ലെങ്കിൽ തീർച്ചയായും വൻ നഷ്ടമാണ്. മുഴുവനും കണ്ടതിനു ശേഷം അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. സിനിമയുടെ തുടക്കം കാണിക്കുന്നത് ജെസ് എന്ന് പറയുന്ന ഒരു യുവതിയെയാണ്. ഇവളാണ് നമ്മുടെ നായിക. അവളോടൊപ്പം അവളുടെ മകൻ ടോമി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയും ഉണ്ട്. അവൾ അവനോട് എനിക്കൊരു ബാഡ് ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നുവെന്നും അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടെന്നും അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അമ്മയുടെ ഈ പേടിപ്പിക്കുന്ന വാക്കെല്ലാം കേട്ട് അവനാകെ പേടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ അവനോട് പറയുകയാണ്, നമ്മൾ ഇപ്പോൾ തന്നെ താമസിച്ചു, പെട്ടെന്ന് റെഡിയാവാനും പറഞ്ഞ് പുറത്തെ തുണികളൊക്കെ എടുക്കുന്നു. അകത്ത് ടോമി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ജെസ് താഴെ വീണ വാട്ടർ കളറുകളെല്ലാം തുടച്ചു വൃത്തിയാക്കുന്നു. അപ്പോഴേക്കും പുറത്തു നിന്നും ആരോ ഒരാൾ കോളിംഗ് ബെൽ അടിക്കുന്നു. അങ്ങനെ അവൾ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് നിന്ന അയൽവാസിയായ ജാക്ക് എന്ന ആളോട് എന്റെ വീടിന് മുന്നിൽ ആരെങ്കിലും വന്ന് നിന്നത് കണ്ടോ എന്ന് ജെസ് ചോദിക്കുകയാണ്. അയ്യോ ഇല്ലല്ലോ, ഞാൻ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു മറുപടി കൊടുക്കുന്നു. ശേഷം പിന്നീട് കാണിക്കുന്നത് വെപ്രാളത്തോടെ ബാഗിൽ തുണിയൊക്കെ വെച്ച് എങ്ങോട്ടോ പോകാനുള്ള തിരക്കിൽ നിൽക്കുന്ന ജെസ്സിനെയാണ്. അവൾ കാറിന്റെ താക്കോലെടുത്ത് പോകാനൊരുങ്ങുമ്പോൾ ഗ്രെഗ് എന്ന് പറയുന്ന ആളെഴുതിയ ഒരു കുറിപ്പ് അവിടെ ഇരിക്കുന്നത് കാണുന്നു. അതിലുള്ളത് രാവിലെ 8:30 ഹാർബറിലോട്ട് വരാൻ മറക്കരുത് എന്നായിരുന്നു. ഇത് കണ്ട് ഇന്നാണ് ഹാർബറിലോട്ട് ഞാൻ പോകേണ്ടതെന്നും ഇപ്പോൾ ഞാൻ മറന്നുപോയനെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കാറിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഡിക്കിയിൽ വെച്ചിട്ട് തന്റെ മകനെ പോയി വിളിക്കുന്നു. അവനാണെങ്കിൽ പേടിച്ചിട്ട് ഒരു വിധത്തിൽ വരില്ല. മുമ്പിലോട്ട് നോക്കാൻ തന്നെ അവനിക്ക് പേടിയായിട്ട് കണ്ണടച്ചിരിക്കുന്നു. ഞാൻ അവിടെയെല്ലാം ക്ലീനാക്കിയെന്നും വേണമെങ്കിൽ നീ കണ്ണടച്ച് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞ് ജെസ് അവനെയും എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അവർ കാറിൽ കയറി ഹാർബറിൽ ഗ്രെഗ് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോവുകയാണ്. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് ട്രിപ്പ് പോകാൻ വേണ്ടി ഹാർബറിൽ ബോട്ടുമായി റെഡിയായി നിൽക്കുന്ന നമ്മുടെ ഗ്രെഗിനെയാണ്. അവിടേക്ക് ജെസ്സിനെ ക്ഷണിച്ചതുപോലെ ബാക്കി എല്ലാ കൂട്ടുകാരും എത്തുന്നു. ഇവളുടെ പേരാണ് സള്ളി. ഇവൻ സള്ളിയുടെ ഭർത്താവ് ഡൗണി. പിന്നെ ഈ നിൽക്കുന്നത് സള്ളിയുടെ ഉറ്റ സുഹൃത്തായ ഹെദർ എന്ന് പറയുന്ന പെൺകുട്ടി. അവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജെസ് അവിടേക്ക് എത്തുകയാണ്. അവളോടൊപ്പം അവന്റെ മകൻ കൂടെ ഉണ്ടായിരുന്നില്ല. ഒപ്പം നടന്നു വരുന്ന യുവാവ് ഗ്രെഗിന്റെ കൂടെ ഇവിടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരനാണ്. ഇവന്റെ പേരാണ് വിക്ടർ. അവൻ ഇവളെ കണ്ടതും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു. ഗ്രെഗ് ജെസ്സിന്റെ മുഖം വിഷമത്തിലിരിക്കുന്നത് കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൾ അവനോട് സോറി പറയുകയാണ്. ഇത് കേട്ട് എന്തിനാ സോറി എന്നും അതിന് നീ എന്നോട് ഒന്നും ചെയ്തില്ലല്ലോ എന്നും ഗ്രെഗ് അത്ഭുതത്തോടെ പറയുന്നു. തുടർന്ന് നമുക്ക് ട്രിപ്പ് പോകണ്ടേ, അടിച്ചു പൊളിക്കണ്ടേ എന്നുമൊക്കെ പറഞ്ഞ് സള്ളിയെയും ബാക്കിയുള്ളവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്നും ബോട്ടിൽ കയറി യാത്ര തുടങ്ങുകയാണ്. സമയം നട്ടുച്ച. തിളച്ചു മറിയുന്ന സൂര്യന്റെ വെയിലത്ത് അതിമനോഹരമായ കടലിൽ കൂടെ അവർ അങ്ങനെ പോകുന്നു. ഇവിടെ താഴെ ബോട്ടിനകത്ത് ബെഡിൽ നമ്മുടെ ജെസ് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ അവളൊരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ ഒരു കടൽ തീരമാണ് കാണുന്നത്. അവിടെ ഒരു ലേഡി ബോധമില്ലാതെ കിടക്കുന്നു. കടൽ വെള്ളം വന്ന് കാലിലടിക്കുമ്പോൾ സ്വപ്നത്തിലെ അവളും ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഇവളും ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇത് കണ്ട് ഹെദർ പറയുകയാണ്, നീ 2 മണിക്കൂറായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. വേറെ പ്രശ്നമില്ലെന്നും ഞാനൊരു സ്വപ്നം കണ്ട് എണീച്ചതാണെന്നും എന്നാൽ ആ സ്വപ്നം എനിക്കിപ്പോൾ ഓർമ്മയില്ലെന്നും പറയുന്നു. തുടർന്ന് നിനക്ക് ക്ഷീണം കാണും, അതുകൊണ്ട് ഡ്രിങ്ക്സ് കുടിക്കൂ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് ജെസ്സിന് ഹെദർ കൊടുക്കുന്നു. ഇവിടെ ഗ്രെഗ് വിക്ടറിനോട് ജെസ് വന്നപ്പോൾ ഹാർബറിൽ വെച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് ഞാൻ മകന്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല, എന്റെ മകന്റെ കാര്യം ഓർമ്മയില്ലെന്ന് പറഞ്ഞത് വിക്ടർ ഗ്രെഗിനോട് പറയുന്നു. അത് ചിലപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടാക്കി കാണുമെന്ന് ഗ്രെഗ് പറയുമ്പോൾ അതിന് ശനിയാഴ്ച ഏത് സ്കൂളാണ് തുറന്നിരിക്കുന്നതെന്നും പിന്നെങ്ങനെ സ്കൂളിൽ മകനെ കൊണ്ടാക്കുമെന്നും പറയുന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ആ സംസാര വിഷയം അവിടെ അവസാനിക്കുന്നു.
അപ്പോഴേക്കും ജസ് അവിടെ മുകളിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിച്ച് സ്റ്റിയറിംഗിന്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോഴേക്കും മുകളിൽ നിന്നും ഒരു കടൽ പക്ഷി പറന്നു വരികയാണ്. അതിനെ കണ്ടതും അവൾക്ക് എന്തോ ഓർമ്മ വന്ന് ഭയത്തോടെ നിൽക്കുന്നു. അങ്ങനെ ഗ്രെഗ് അവളെ കൊണ്ട് സ്റ്റിയറിംഗ് ഓടിച്ച് പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ട് സള്ളിയും ഹെദറും അവിടെ ഇരിക്കുന്നു. അവരെ നോക്കി സള്ളി പറയുകയാണ്, എനിക്ക് ജെസ്സിനെ ഇഷ്ടമല്ലെന്നും ഗ്രെഗിനോടൊപ്പം അവൾ നിൽക്കുന്നത് എനിക്ക് കണ്ണെടുത്ത കണ്ടൂടെന്നും പറഞ്ഞ് കുറ്റവും കുറച്ചിലും പരദൂഷണവും പറയുന്നു. ഗ്രെഗ് അവളോട് ഇന്നലെ ഹാർബറിൽ വരാൻ വേണ്ടി വിളിക്കാൻ വന്ന കാര്യങ്ങൾ പറയുന്നു. എന്നാൽ അതൊക്കെ കേട്ട് ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ അങ്ങനെയൊക്കെ നടന്നു എന്നുള്ള ഭാവത്തിൽ അവൾ നിൽക്കുന്നു. ശരിക്കും നിനക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇതിനു മുമ്പ് ഇങ്ങനെ ഞാൻ നിന്നെ ഒരു ഭാവത്തിൽ കണ്ടിട്ടില്ലെന്നും പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന് അവൾ പറയുന്നു. തുടർന്ന് മകൻ ടോമിയുടെ കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, അവൻ കൂടെയില്ലാതെ പിരിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് കാരണം നീ ഒരു നല്ല അമ്മയാണ്, നീ അവനെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് അവൻ പറയാണ്. അങ്ങനെ അവർ കടലിന്റെ ഒത്ത നടുക്കെത്തുമ്പോൾ ബോട്ട് അവിടെ നിൽക്കുകയാണ്. ഇതെന്ത് മയിരെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നോക്കി നിൽക്കുന്നു. ഇനി എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയതായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലെന്നും അതൊക്കെ പുതിയതാണെന്നും ഗ്രെഗ് പറയുന്നു. അപ്പോഴേക്കും ദൂരെ ആകാശത്ത് കാർമേഘമാകെ ഇരുട്ടി ഇടിവെട്ടി അവരുടെ മുമ്പിലായിട്ട് വരുന്നത് അവർ കാണുന്നു. ഇതൊക്കെ കണ്ടവർ കൂടുതൽ പേടിക്കുകയാണ്. ശേഷം ഗ്രെഗ് ഹെൽപ്പ് ലൈനിൽ കോസ്റ്റ് ഗാർഡിനെ വിളിക്കുന്നു. അവർക്ക് ആദ്യം ഒരു ചാനൽ കണക്ട് ആകുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്നത് കട്ടാവുകയാണ്. തുടർന്ന് പെട്ടെന്ന് മറ്റൊരു ചാനൽ അവർക്ക് കണക്ട് ആവുന്നു. എന്നാൽ ഇത് കോസ്റ്റ് ഗാർഡ് ആയിരുന്നില്ല, പകരം മറ്റേത് ഒരു സ്ത്രീ ആയിരുന്നു. അവർ അതിൽ കൂടി നിലവിളിക്കുകയാണ്, സഹായിക്കണമെന്നും എല്ലാവരും മരിച്ചു, എല്ലാവരെയും കൊന്നു, എന്നെ പെട്ടെന്ന് രക്ഷിക്കണമെന്നും പറയുന്നു. നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്നും നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നും ഗ്രെഗ് അവളോട് ചോദിക്കുകയാണ്. തുടർന്ന് കോൾ കട്ടാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തു നിന്നും അവനെ അവർ വിളിക്കുന്നു. അവൻ വന്നു നോക്കുമ്പോൾ കണ്ടത് അവർക്ക് നേരെ കടൽ കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങുന്ന നിമിഷത്തെയാണ്. എല്ലാവരും സേഫ് ജാക്കറ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും കയറി ഒളിക്കാൻ പറഞ്ഞിട്ട് ഗ്രെഗ് മുൻകരുതലുകൾ എടുത്തു നിൽക്കുന്നു. അങ്ങനെ അവർക്ക് നേരെ കടൽ കൊടുങ്കാറ്റ് വന്ന് അടിക്കുകയാണ്. ബോട്ടിനകത്തൊക്കെ ആകെ വെള്ളം കൊണ്ട് നിറയുന്നു. എല്ലാവരും ജീവന് വേണ്ടി പേടിച്ച് നിലവിളിക്കുന്നു. അവസാനം വലിയ തിരയിൽപ്പെട്ട് ബോട്ട് അവിടെ മറിയുകയാണ്. അങ്ങനെ ആ ഒരു ദുരന്തം അവിടെ നിന്നും കടന്നു പോകുന്നു. ശേഷം എല്ലാവരും മറിഞ്ഞു കിടക്കുന്ന ബോട്ടിന് മുകളിലായി നീന്തി കയറുന്നു. സള്ളി ഹെദറിനെ അന്വേഷിക്കുകയാണ്. പക്ഷെ ഹെദർ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് ഹെദറിനെ അവിടെ മിസ്സാവുകയാണ്. ജെസ് ആകെ തണുത്തു വിറച്ച് മരവിച്ചിരിക്കുന്നു. പിന്നീട് കുറെ സമയത്തിനു ശേഷം സൂര്യന്റെ വെട്ടം അവർക്ക് നേരെ വന്ന് അടിക്കുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാം സന്തോഷമാകുന്നു. പക്ഷെ ഇങ്ങനെ പറ്റിയതിൽ എല്ലാവരും ആകെ വിഷമത്തോടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്നും സൗണ്ട് കേട്ട് ജെസ് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. കാരണം ടൈറ്റാനിക് പോലത്തെ ഒരു വലിയ കൂറ്റൻ കപ്പൽ അവിടേക്ക് വരുന്നു. തുടർന്ന് ബാക്കി എല്ലാവരും ഇത് കാണുമ്പോൾ ചാടി എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളിവിടെ പെട്ടുപോയെന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നു. ഡൗണി എന്ന യുവാവ് കപ്പലിന് മുകളിൽ ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ടെന്ന് അവരോട് പറയുന്നു. അവർ കിടന്ന് വിളിക്കുന്നത് മുകളിൽ നിന്നും ആരോ ഒരാൾ നോക്കുകയാണ്. അങ്ങനെ കപ്പലിന്റെ എമർജൻസി സ്റ്റെയർകേസ് അവരുടെ അടുത്തേക്ക് കയറാൻ വിധത്തിലെത്തുന്നു. അവരെല്ലാവരും അതിനകത്ത് കയറുകയാണ്. ജെസ് കയറുന്നതിന് മുമ്പ് എന്തൊക്കെയോ ആലോചിച്ച് ഭയപ്പെട്ട് നിൽക്കുന്നു. അവസാനം അവളും കയറുകയാണ്. അവർ മുകളിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജെസ്സിന് അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ട് ദേജാവു അനുഭവപ്പെടുകയാണ്. ദേജാവു എന്ന് വെച്ചാൽ ഇതൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നും ഇവിടെയൊക്കെ മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെന്നുള്ള ഒരു ശരിയായ തോന്നൽ. അങ്ങനെ അത് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഗ്രെഗ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അവനിക്ക് മനസ്സിലാകുന്നു. വിക്ടർ കിടന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് വലിച്ചു വിളിക്കുകയാണ്. എന്നിട്ടൊന്നും അവിടെ നിന്നും ആരുടെയും ഒരു മറുപടിയും കിട്ടിയില്ല. നമുക്ക് ക്യാപ്റ്റനെ കണ്ടുപിടിച്ച് കോസ്റ്റ് ഗാർഡിനെ വിളിക്കാൻ സഹായം ചോദിക്കാമെന്ന് ഗ്രെഗ് അവരോട് പറയുന്നു. എന്നിട്ട് അവർ മുമ്പിലോട്ട് നടന്നു പോകുമ്പോൾ ഇത് മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്നും ആരോ ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതവർ അറിയുന്നില്ല. അങ്ങനെ അവർ ഡോറിനകത്തേക്ക് കടക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. അവർ മുമ്പിൽ കണ്ട വഴികൾ കൂടെ നടന്ന് നീങ്ങുന്നു. ഇതിനകത്ത് ഒരുപാട് റൂമുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ജെസ് അവിടെ നിന്ന് ഗ്രെഗിനോട് പറയുകയാണ്, എനിക്കിവിടെ അറിയാമെന്നും ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടെന്ന പോലെ തോന്നുന്നു എന്നും പറയുന്നു. ഈ സമയം ഇവിടെ ഇവർ അകത്തൊരു പോസ്റ്റർ ഉള്ളത് കാണുന്നു.
അതിൽ 1932 ഒരു വലിയ കൂറ്റൻ കപ്പലിന്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇതിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് അവർ പറഞ്ഞു ഞെട്ടുന്നു. ഇത് കേട്ട് സള്ളി പറയുകയാണ്, ഇത്രയും വർഷം പഴക്കമുള്ള കപ്പൽ ഇപ്പോഴുമോ? നിങ്ങൾ മണ്ടത്തരം പറയാതെ വാ, നമുക്ക് ക്യാപ്റ്റനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് മുൻപിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നും കിലുങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ്. സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കിയ വിക്ടറിന് കിട്ടിയത് ഒരു താക്കോലാണ്. അതുമായി അവൻ വരുമ്പോൾ ഞെട്ടലോടെ താക്കോലിന് ജെസ് വാങ്ങിച്ചിട്ട് മുഴുവനുമായും ഒന്ന് നോക്കിയിട്ട് ഇതെന്റെ താക്കോലാണെന്ന് പറയുന്നു. ഇത് കേട്ട് ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി. അതെങ്ങനെ ശരിയാവും? നീ നമ്മളോടൊപ്പം ഇപ്പോഴല്ലേ ഇതിനകത്ത് കയറിയതെന്നും പിന്നെങ്ങനെ നിന്റെ താക്കോൽ ഇവിടെ വന്നതെന്ന് അവർ ചോദിക്കുന്നു. എന്നിട്ട് ഇത് നിന്റെ താക്കോലൊന്നുമല്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരുപാട് കീകൾ ഉണ്ടായിരുന്നു. ഇതെന്റെ റൂമിന്റെ കീ, ഇതെന്റെ കാറിന്റെ കീ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവന്റെ മകന്റെ പടം അതിലുള്ളത് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് അത്ഭുതത്തോടെ ദൈവമേ എന്ന് വിളിച്ച് അതെങ്ങനെ ശരിയാവും? നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിന്റെ താക്കോൽ ഇവിടെ വന്നു എന്ന് അവർക്കൊന്നും മനസ്സിലാകാതെ മുഖാമുഖം നോക്കി നിൽക്കുന്നു. അപ്പോൾ സള്ളി പറയുകയാണ്, ചിലപ്പോൾ ബോട്ട് മറിഞ്ഞപ്പോൾ നിന്റെ താക്കോൽ ഹെദറിന് കിട്ടിക്കാണുകയും അവൾ ഇതുമായി ഇവിടേക്ക് വന്നതായിരിക്കുമെന്നും പറയുന്നു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഹെദർ നീ ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ചുകൊണ്ട് അവർ മറ്റൊരു റൂമിലേക്ക് കയറുന്നു. അകത്ത് അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. അവിടെ ഗിറ്റാറും ഡ്രം സെറ്റുകളും ഒക്കെ കാണുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വിക്ടർ കഴിക്കുന്നു. സള്ളി അവിടെ നിന്ന് ഹെദറിനെ കിടന്ന് വിളിക്കുകയാണ്. പക്ഷെ അവൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് വിക്ടർ ഗ്രെഗിനോട് സമയം എന്താ എന്ന് ചോദിക്കുന്നു. സമയം 11:30 പറയുന്നത് കേട്ട് ഞെട്ടലോടെ ജെസ് അവളുടെ വാച്ചിൽ നോക്കുന്നു. ഇവിടെ നടക്കുന്നത് മറ്റൊരു ട്വിസ്റ്റാണ്. അവളുടെ വാച്ചിൽ ഇപ്പോൾ സമയം 8:15 കഴിഞ്ഞതേ ഉള്ളൂ. മുമ്പിൽ കണ്ട ക്ലോക്കിലും അതേപോലെ 8:15 കഴിഞ്ഞതേ ഉള്ളൂ. ഈ കാര്യമൊന്നും ബാക്കിയുള്ളവർ അറിയുന്നില്ല. ഇവിടെ ഹെദറും മറ്റൊരാളും ഇല്ലെന്ന് ഗ്രെഗ് പറയുമ്പോൾ പിന്നിൽ നിന്നും ആരോ ഒരാൾ ഓടി ഒളിക്കുന്നത് ജെസ് കാണുന്നു. അത് അവരോട് പറയുമ്പോൾ വിക്ടർ അതാരാണെന്ന് അറിയാൻ വേണ്ടി ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നു. നീ കണ്ടത് ഹെദറിനെയാണോ എന്ന് സള്ളി ജെസ്സിനോട് ചോദിക്കുന്നു. അല്ലെന്നും, ഞാൻ മുഖം നല്ലതുപോലെ കണ്ടില്ല, പെട്ടെന്നത് ഓടി ഒളിച്ചെന്ന് അവൾ പറയുന്നു. തുടർന്ന് വിക്ടറിനെ കാണാത്തത് കൊണ്ട് വിക്ടറിനെ തപ്പി അവനും അവളും അങ്ങോട്ടേക്ക് പോകുന്നു. നമുക്കിവിടെ നിൽക്കാമെന്നും അവർ പോയി അവനെ വിളിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞ് സള്ളിയുടെ ഭർത്താവ് അവളെ ആ റൂമിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. പോകുന്ന വഴിക്ക് അവൾ അവനോട് പറയാണ്, ഞാൻ പറയുന്നത് കള്ളമല്ലെന്നും എനിക്ക് റിയലായിട്ട് ദേജാവു അനുഭവപ്പെട്ടു, ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട് എന്ന് തീർത്തും പറയുന്നു. നിനക്കിവിടെ അറിഞ്ഞുകൂടാ, നീ മണ്ടത്തരമാണ് പറയുന്നത്, നീ ആകെ പേടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയുമ്പോൾ മുമ്പിലത്തെ ഡോറിൽ കൂടെ സൗണ്ട് കേൾക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവർ ആ ഡോർ തുറന്ന് അകത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് കണ്ണാടിയിൽ ഗോ ടു തിയേറ്റർ എന്ന് ബ്ലഡിൽ എഴുതിയിരിക്കുന്നതാണ്. ഒരു നിമിഷം അവർ അവിടെ സ്തംഭിച്ചു നിൽക്കുന്നു. ഇവിടെ വിക്ടർ മുമ്പിൽ കണ്ട ഡോറൊക്കെ തുറന്നു നോക്കി മുകളിലോട്ട് പോകുന്നു. എന്നിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ്. സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോയി ഡോർ തുറക്കുമ്പോൾ മുമ്പിൽ എക്സിറ്റ് ഡോറാണ് അവൻ കാണുന്നത്. ഈ സമയത്ത് ഇവിടെ ഗ്രെഗും ജെസ്സും കൂടി 1-2 പറഞ്ഞ് വഴക്കിടുന്നു. നമ്മളെ ഇവര് രക്ഷിച്ചിട്ട് പിന്നെന്തിനാ ഇവർ നമ്മുടെ മുമ്പിൽ നിന്ന് ഒളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ നടന്നു പോകുന്നു. അപ്പോൾ ഗ്രെഗ് പറയുകയാണ്, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹമുണ്ടെന്നും നീ എന്തിനു വേണ്ടിയാണ് കിടന്ന് ചാടുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഞാനൊരു അമ്മയാണെന്നും പുറത്തിന്റെ മകൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുവെന്നും എനിക്ക് ഉടനെ പോയി അവന്റെ അടുത്ത് പോകണമെന്നും പറഞ്ഞിട്ട് അവൾ വിഷമത്തോടെ പോകുന്നു. തുടർന്ന് അവളോട് അവൻ സോറി പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോകുന്നു. അങ്ങനെ രണ്ടുപേരും 2 വഴിക്ക് നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഹെദറിനെ തപ്പി സള്ളിയും ഭർത്താവും കൂടെ നടന്നു വരുമ്പോൾ മുമ്പിൽ കുറച്ച് ബ്ലഡ് കിടക്കുന്നത് കാണുന്നു. അത് ഫോളോ ചെയ്തു പോകുമ്പോൾ മുമ്പിലായിട്ട് പിന്നെയും ബ്ലഡ് കിടക്കുന്നു. അങ്ങനെ അതിൽ നോക്കി അവർ നടന്നു ചെന്നെത്തിയത് ഒരു തിയേറ്ററിലായിരുന്നു. എനിക്ക് പേടിയാകുന്നുവെന്നും എന്തായാലും ഇവിടെ ഹെദർ വന്നിട്ടുണ്ടാകില്ല എന്ന് സള്ളി പറയുകയാണ്. ജെസ് തിരിച്ച് അവർ ആദ്യം നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്ന റൂമിലെത്തുമ്പോൾ അവിടെ സള്ളിയെയും അവളുടെ ഭർത്താവിനെയും കാണുന്നില്ല. ആ സമയത്ത് പിന്നിൽ നിന്നും ആരോ ഒരാൾ വരുന്ന സൗണ്ട് കേട്ട് അവൾ അവിടെ ഒളിച്ചു നിൽക്കുന്നു. എന്നാൽ അവിടേക്ക് വന്നത് വിക്ടർ ആയിരുന്നു. അവനാകെ ബ്ലഡിൽ കുളിച്ചു നിൽക്കുന്നു. ഇത് കണ്ടതും അവളോട് അവന്റെ അടുത്ത് പോകുമ്പോൾ അവൻ അവളുടെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി അവൾ അവന്റെ തലയിൽ പിടിക്കുമ്പോൾ പിന്നിലായി വലിയ മുറിവ് കാണുന്നു. തുടർന്ന് അവനെ പിടിച്ച് തള്ളിയിടുകയാണ്. അങ്ങനെ അവൻ അവിടെ മരണം സംഭവിക്കുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വെടിയൊച്ച കേൾക്കുന്നു.
പേടിച്ചവൾ അവിടേക്ക് പോയി നോക്കുമ്പോൾ ആ സൗണ്ട് കേട്ടത് തിയേറ്ററിൽ നിന്നുമായിരുന്നു. അവിടെ സള്ളി ഗ്രെഗിനെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. ഗ്രെഗ് വെടികൊണ്ട് അവിടെ മരിച്ചു കിടക്കുന്നു. അവൾ അടുത്തേക്ക് പോയതും സള്ളി വന്ന് നീ എന്തിനാണ് ഇവനെ വെടിവെച്ചത്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് അവളെ ആക്രമിക്കുന്നു. അവൾ ഞെട്ടലോടെ ഞാനൊന്നും ചെയ്തില്ല, ഞാനല്ല അവനെ വെടിവെച്ചതെന്ന് പറയുന്നു. ഗ്രെഗിനെ നോക്കി ജെസ് വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും ജെസ്സിനെ ഭയത്തോടെ നോക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ഒരു ബുള്ളറ്റ് വന്ന് സള്ളിയുടെ ദേഹത്ത് കൊള്ളുന്നു. തുടർന്ന് അടുത്ത ഒരെണ്ണം വന്ന് അവളുടെ ഭർത്താവിന്റെ ദേഹത്ത് കൊള്ളുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ നേരത്തിന് ജെസ് ഓടി കസേരയുടെ പിന്നിൽ ഒളിക്കുകയാണ്. മുകളിൽ നിന്നും ചാക്ക് കൊണ്ട് തലയിൽ മൂടി മുഖം കാണിക്കാതെ നിൽക്കുന്ന ഒരാളാണ് അവരെ വെടിവെക്കുന്നത്. അത് ജെസ്സിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ശേഷം സള്ളിയുടെ ഭർത്താവിനെ വീണ്ടും വെടിവെച്ച് മുഴുവനുമായി കൊല്ലുന്നു. അവൾ സള്ളിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവളെയും വെടിവെച്ച് കൊല്ലുകയാണ്. വേറെ വഴിയില്ലാതെ ജെസ് അവിടെ നിന്നും ഇറങ്ങി ഓടി എമർജൻസി റൂമിനകത്ത് കൂടി കയറി മറ്റൊരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നു. തുടർന്ന് മുമ്പിൽ കണ്ട വഴിയിൽ കൂടെ കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കത്തി എടുക്കുന്നു. എന്നിട്ട് താഴെ ഒളിച്ചിരിക്കുമ്പോൾ മറ്റേ ആൾ അവിടെ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നു. അത് അവിടേക്ക് വന്ന് അവളിരിക്കുന്ന റൂമിൽ കയറാതെ തൊട്ടടുത്ത് കണ്ട വഴിയിൽ കൂടെ പോകുന്നു. അതിനെ ഫോളോ ചെയ്ത് ജെസ്സും പിന്നാലെ പോവുകയാണ്. അവൾ ചെന്നെത്തിയത് റൂം നമ്പർ 4 എന്ന് എഴുതിയിരിക്കുന്ന ഡോറിന്റെ പിൻഭാഗത്താണ്. അങ്ങനെ അവൾ മുകളിൽ കയറി പോകുമ്പോൾ പിന്നിൽ നിന്നും അതവളെ ഇടിച്ച് താഴെയിടുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പേടിപ്പിക്കുന്ന സമയത്ത് എന്നെ കൊല്ലരുതെന്നും എനിക്കൊരു മകനുണ്ട്, അവനെ വേറെ ആരുമില്ലെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നു. ആ തക്കത്തിന് തോക്കിന്റെ ദിശ പിടിച്ചു മാറ്റി അപരിചിതനെ ഇടിച്ചിടുന്നു. എന്നിട്ട് സൈഡ് കൈവരിയിൽ കൂടെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങുന്നു. അവളോടി ഒളിച്ചിരുന്നെങ്കിലും അതവളെ മുകളിൽ നിന്നും ഷൂട്ട് ചെയ്യുകയാണ്. ബുള്ളറ്റ് എല്ലാം ജസ്റ്റ് മിസ്സിന് പോവുകയാണ്. അങ്ങനെ വീണ്ടും വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ബുള്ളറ്റ് അവിടെ തീരുന്നു. ഈ സമയം കൊണ്ടവൾ താഴേക്കിറങ്ങാൻ ശ്രമിക്കുമ്പോൾ അപരിചിതൻ തോക്കെടുത്തെറിഞ്ഞ് അവളെ തള്ളിയിടുന്നു. പക്ഷെ അവൾ എഴുന്നേറ്റ് ഓടി താഴെ വന്ന് ഒരു കോടാലിയും എടുത്ത് മുകളിൽ പോകുമ്പോൾ പിന്നിൽ നിന്നും ആ അപരിചിതൻ കമ്പി കൊണ്ട് ആക്രമിക്കാൻ വരുന്നു. അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും വലിയൊരു അടിപിടി കൂടുന്നു. ജെസ് തലനാടിക്കൊക്കെ രക്ഷപ്പെടുകയാണ്. അവസാനം ജെസ് അപരിചിതന്റെ ടൂളിനെ തട്ടിത്തെറിപ്പിച്ച് വിരട്ടി പിന്നിലോട്ട് കൊണ്ടുപോകുന്നു. തുടർന്ന് നീ ആരാണെന്നും നിനക്കെന്താണ് വേണ്ടതെന്നും ചോദിക്കുകയാണ്. അപ്പോഴേക്കും അപരിചിതൻ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് വീട്ടിൽ പോകണമെന്നും നിനക്ക് അവരെ കൊല്ലണം, നിനക്ക് അവരെ കൊല്ലേണ്ടി വരുമെന്നും പറയുന്നു. അങ്ങനെ ദേഷ്യം കൊണ്ടവൾ അപരിചിതനെ അടിച്ച് താഴോട്ട് തള്ളിയിടുന്നു. പക്ഷെ അവൾക്ക് അത് ആരാണെന്നറിയാൻ സാധിച്ചില്ല. അങ്ങനെ സ്വന്തം കൂട്ടുകാരെയൊക്കെ നഷ്ടപ്പെട്ട് ആകെ പരിഭ്രാന്തിയായി നിൽക്കുമ്പോൾ മുമ്പിലൊരു ഓൾഡ് റേഡിയോ ഇരിക്കുന്നത് കാണുന്നു. അവൾ വന്ന് അതിൽ പാട്ടിട്ടിട്ട് കണ്ണാടിയിൽ നോക്കി എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് കടലിൽ നിന്നും ആരുടെയൊക്കെയോ നിലവിളി കേൾക്കുകയാണ്. ഇത് കേട്ട് പുറത്തേക്ക് പോയി നോക്കിയ അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. മറ്റൊരു ട്വിസ്റ്റ് ഇവിടെ നടക്കുകയാണ്. കാരണം അവിടെ മറിഞ്ഞ ബോട്ടിന് മുകളിൽ മറ്റൊരു ഗ്രെഗും സള്ളിയും അവളുടെ ഭർത്താവും വിക്ടറും പിന്നെ മറ്റൊരു ജെസ്സും തുടക്കത്തിൽ ഈ നിൽക്കുന്ന ജെസ്സും കൂട്ടരും വന്നതുപോലെ സഹായത്തിനായി ഈ വലിയ കൂറ്റൻ കപ്പലിനെ നോക്കി വിളിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ജെസ് താഴെ നിൽക്കുന്ന ജെസ്സിനെ നോക്കി അന്തം വിട്ട് എന്തൊരു മലരാണ് ഇവിടെ നടക്കണതെന്ന് അറിയാതെ നിൽക്കുന്നു. എല്ലാം പഴയതുപോലെ ഇവിടെ നടക്കുന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ ബോട്ട് മറിഞ്ഞ് അവർ നീന്തി ബോട്ടിൽ കയറി ഹെദർ എന്ന പെൺകുട്ടിയെയും നഷ്ടപ്പെട്ട് അവർ വലിയ കൂറ്റൻ കപ്പലിനെ നോക്കി വിളിച്ചതുപോലെയാണ് ഇവിടെയും സെയിം ആയിട്ട് നടക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് താനൊരു ടൈം ലൂപ്പിൽ പെട്ടു നിൽക്കുന്ന കാര്യം മനസ്സിലാകുന്നത്. അവൾ ഞെട്ടലോടെ പേടിയോടെ വിറച്ച് പിന്നിലോട്ട് വരുമ്പോൾ അവൾ ഓൺ ചെയ്ത പാട്ട് അവിടെ തട്ടി നിൽക്കുന്നു. തുടർന്ന് തിരിച്ചു നടന്ന് ഞാനാരാണെന്നും അങ്ങനെയെങ്കിൽ താഴെ നിൽക്കുന്ന ഞാനാരാണെന്നും ഇതിൽ ഏത് ഞാനാണ് റിയൽ ആണെന്നും മനസ്സിലാകാതെ തല പൊട്ടി ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ താഴേക്ക് നോക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഇതിനകത്ത് ആദ്യത്തെ ലൂപ്പിൽ കയറിയത് അതുപോലെ ഇവിടെയും സെയിം ആയിട്ട് അകത്തേക്ക് കയറുന്നു. ആദ്യം ഇവർ ഇവിടേക്ക് വന്നപ്പോൾ എന്ത് ഡയലോഗാണോ പറഞ്ഞത് അത് തന്നെ ഇവിടെയും പറയുന്നു. അതിവൾ മുകളിൽ നിന്നും സെയിം ആയിട്ട് കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ ലൂപ്പിൽ വന്നവർ പഴയതുപോലെ അകത്തേക്ക് കയറി ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് നടന്നു വരികയാണ്. ആദ്യത്തെ ജെസ് അവർ പറയുന്നതും അവർ നടന്നു വരുന്നതുമൊക്കെ കണ്ട് മറ്റൊരു സൈഡിൽ ഞെട്ടലോടെ ഒളിച്ചു നിൽക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നിൽക്കുന്ന ജെസ് ആദ്യത്തെ ലൂപ്പിൽ വന്നതാണ്. അതുകൊണ്ട് ഇവൾക്ക് ഇന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യമെല്ലാം അറിയാം. ഇവർ മരിക്കാൻ പോകുന്നതും അങ്ങനെ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും.
പക്ഷെ നമ്മുടെ ഗ്രെഗിനും കൂട്ടർക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം അറിയില്ല. തങ്ങളെല്ലാം ഇപ്പോൾ മരിക്കുമെന്നും ഇവിടെ മറ്റൊരു ജെസ് ഉണ്ടെന്നും അങ്ങനത്തെ കാര്യമൊന്നും അറിയില്ല. അതുപോലെ തന്നെ ജെസ്സിനും അറിയില്ല ഇവിടെ വേറൊരു ജെസ്സായ ഞാനുണ്ടെന്നും ഇവരൊക്കെ വെടികൊണ്ട് മരിക്കാൻ പോകുന്ന കാര്യങ്ങളും. കാരണം അവരിപ്പോൾ നിൽക്കുന്നത് പ്രസന്റിലാണ്. ഇതൊക്കെ കണ്ട് ആദ്യത്തെ ജെസ് ഭ്രാന്ത് പിടിച്ച് തറയിലിരിക്കുമ്പോൾ അവളുടെ പോക്കറ്റിൽ നിന്നും അവളുടെ താക്കോൽ താഴെ വീഴുന്നു. ഈ സൗണ്ട് അവർ കേൾക്കുകയാണ്. സൗണ്ട് കേട്ട് അവർ ഇങ്ങോട്ടേക്ക് വരുന്ന സമയം കൊണ്ട് ജെസ് അവിടെ നിന്നും ഓടി ഒളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇപ്പോൾ ഒരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നടന്ന താക്കോൽ വീഴുന്ന സീന് നിങ്ങളും ഞാനും ആദ്യം കണ്ടിരുന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഓർമ്മയില്ലേ? വിക്ടർ വന്ന് ഈ താക്കോലെടുത്ത് ജെസ്സിന് കൊടുക്കുമ്പോൾ ഇതിന്റെ താക്കോലാണെന്നും ഇതിന്റെ വീട്ടിന്റെ താക്കോലും എന്റെ കാറിന്റെ താക്കോലെന്നൊക്കെ പറഞ്ഞ് ഞെട്ടി നിന്നത്. അതേ സെയിം സംഭവമാണ് ഇവിടെയും നടക്കാൻ പോകുന്നതും ഇനി നടക്കുന്നതും. ആദ്യത്തെ ജെസ് ഓടി മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ എന്തൊരു ചെയ്യണം, അവരോടൊപ്പം സംസാരിക്കണോ, അവരെ പോയി കണ്ടുമുട്ടണോ എന്നൊന്നും മനസ്സിലാവാതെ നിൽക്കുന്നു. അങ്ങനെ അവൾ മുമ്പിലോട്ട് നടക്കുമ്പോൾ പഴയതുപോലെ തൊട്ടടുത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്ന റൂമിൽ അവർ വന്നു നിന്നിട്ട് ഹെദറിനെ വിളിക്കുന്നു. ഇത് ജെസ് ഒളിച്ചു നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ ജെസ് തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴേക്കും ആദ്യത്തെ ജെസ് ഓടി മറയുകയാണ്. അവൾ മുകളിലേക്ക് വന്ന് പുറത്തേക്കിറങ്ങി ഞാൻ എന്തൊരു അവസ്ഥയിലാണ് പെട്ടു നിൽക്കുന്നതെന്ന് ആലോചിച്ച് തലപ്രാന്തെടുത്ത് നിൽക്കുമ്പോൾ മുമ്പിലായി വെള്ളത്തിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഒരുപാട് പക്ഷികൾ വന്ന് അതിനെ കൊത്തി തിന്നുകയാണ്. അതാരാണെന്ന് മനസ്സിലാകാൻ വേണ്ടി താഴേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. അത് സള്ളിയുടെ ഭർത്താവായിരുന്നു മരിച്ചു കിടക്കുന്നത്. ഇത് കണ്ട് അതെങ്ങനെ ശരിയാവും? അവൻ അവിടെ തിയേറ്ററിൽ മരിച്ചു കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെ വെള്ളത്തിൽ വന്ന് വീഴുമെന്നാലോചിച്ച് ഒരെത്തും പിടിയുമില്ലാതെ മൂഞ്ചലവസ്ഥയിൽ ജെസ് നിൽക്കുന്നു. പെട്ടെന്ന് പിന്നിലത്തെ ഡോർ ആരോ ഒരാൾ വന്ന് തുറക്കുന്ന സൗണ്ട് കേട്ടവൾ സൈഡിൽ ഒളിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വന്നത് നമ്മുടെ വിക്ടർ ആയിരുന്നു. അവൻ ജെസ്സിനെ കണ്ട് നീ എങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അവൻ വിചാരിക്കുന്നത് തന്റെ കൂടെയുള്ള ജെസ്സാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. താനിപ്പോൾ സംസാരിക്കുന്ന ജെസ് ആദ്യമേ ഇവിടെ വന്നിട്ടുള്ള ജെസ്സാണെന്ന് ഇവൻ അറിയുന്നില്ല. അവൾ അവനോട് കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുന്നു. എന്നെ പോലൊരു കോപ്പി നിങ്ങളോടൊപ്പം താഴെ നിൽക്കുന്നുവെന്നും ഗ്രെഗ് ഇവിടെ അവനിപ്പോൾ മരിക്കുമെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് നിനക്കെന്താ ഭ്രാന്തുണ്ടോ, എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നതെന്ന് വിക്ടർ ചോദിക്കുന്നു. ഓൾറെഡി സള്ളിയും അവളുടെ ഭർത്താവ് ഡൗണിയും മരിച്ചെന്ന് പറഞ്ഞിട്ട് ഡൗണിയുടെ ബോഡി കടലിൽ കിടക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. വിക്ടർ അത് വന്ന് നോക്കുമ്പോൾ അവിടെ ആ ബോഡി ഉണ്ടായിരുന്നില്ല. കഷ്ടകാലത്തിന് പക്ഷികളെല്ലാം അത് കൊത്തി തിന്നു കഴിഞ്ഞു. അങ്ങനെ ഇവളെന്തെങ്കിലും ബോധമില്ലാതെ മണ്ടത്തിനും വിളിച്ച് പറയുന്നതായിരിക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. അവൾ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് തള്ളുമ്പോൾ പിന്നിലത്തെ കൂർത്ത കമ്പി അവന്റെ തലയിൽ അബദ്ധത്തിൽ വന്ന് തറച്ചു കയറുന്നു. അബദ്ധത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലും അവൾ പേടികൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. വിക്ടറിന് ഇപ്പോൾ സംഭവിച്ച തലയിലെ മുറിവാണ് നമ്മൾ ആദ്യത്തെ ലൂപ്പിൽ വന്ന വിക്ടറിന്റെ തലയിൽ കണ്ട മുറിവ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് ചെയ്തതും ഈ ജെസ്സിന് മുമ്പുള്ള വേറെ ഒരു ജെസ് ആയിരിക്കും. ഇതിൽ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ ലൂപ്പ് ക്രിയേഷൻ അല്ല. ലൂപ്പ് ക്രിയേഷൻ ഇതിനു മുമ്പും ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതുപോലെ ജെസ്സും കൂട്ടരും ഇവിടെ വന്ന് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അവൾ ഓടി അകത്തു ചെല്ലുമ്പോൾ രണ്ടാമത്തെ ജെസ്സും ഗ്രെഗും നടന്നു വരികയാണ്. അവരുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടി അവൾ വീണ്ടും ഓടി എമർജൻസി റൂമിനകത്തേക്ക് കയറുന്നു. ഇപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.